നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാറ്റോലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശ യാത്രയ്ക്ക് വടക്കാഞ്ചേരി ഉജ്ജ്വല സ്വീകരണം നൽകി. വടക്കാഞ്ചേരി ദേശവിളക്ക് കമ്മിറ്റി പൊതുയോഗം ഉത്രാളിപ്പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആത്മീയ ഇടയനെ വിട നൽകി സാംസ്കാരിക നഗരം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ദേശവിളക്ക് കമ്മിറ്റി പൊതുയോഗം ഉത്രാളിപ്പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ദേശവിളക്ക് കമ്മിറ്റി പൊതുയോഗം ഉത്രാളിപ്പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS മായാദാസ് അധ്യക്ഷനായി. യോഗത്തിൽ PN ഗോകുലൻ, K വിജയൻ മേനോൻ, PN രാജൻ, കരിമരക്കാട് ശിവക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PK രാജേഷ്, നന്ദകുമാർ വാര്യർ, PR രാജേഷ്, PV ശ്രീനിൽ, രാധാകൃഷ്ണൻ കൊരൻകുഴി, പ്രശാന്ത് പുഴങ്കര, PS സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. 2025 വടക്കാഞ്ചേരി ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികളായി അഡ്വക്കേറ്റ് TS മായാദാസ് പ്രസിഡന്റ്, M രഘു വർക്കിംഗ് പ്രസിഡന്റ്, PV ശ്രീനിൽ സെക്രട്ടറി, CK സുശ്രീബ് കുമാർ ജോയിന്റ് സെക്രട്ടറി, MK ദീപൻ ട്രഷറർ, P പങ്കജാക്ഷൻ ജോയിന്റ് ട്രഷറർ, രാധാകൃഷ്ണൻ കൊരൻകുഴി ജനറൽ കൺവീനർ, SK സുമിത്ര വനിതാ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. വിളക്ക് കുറിക്കൽ ചടങ്ങ് 22/9/2025 തിങ്കളാഴ്ച വൈകിട്ട് 6:30 കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ നടക്കും. മച്ചാട് സുബ്രഹ്മണ്യനാണ് വിളക്ക് യോഗം. ആത്മീയ ഇടയനെ വിട നൽകി സാംസ്കാരിക നഗരം. ലൂർദ് പള്ളിയിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ചു. തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കായി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ഖബറടക്കം വൈകിട്ട് 6:30 കോട്ടൂളി ഹോം ഓഫ് ലവ് ജനറലേറ്റിൽ. ഓൾ ഇന്ത്യൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് വോട്ട് ചോരി ക്യാമ്പയിൻ മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റി ആഹ്വാനം ചെയ്തു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് വോട്ട് ചോരി ക്യാമ്പയിൻ ഇന്ന് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റി ആഹ്വാനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സതീശൻ ബ്ലോക്ക് പ്രസിഡന്റ് ജയദീപ്, PG ബാബു, കണ്ണനായ്ക്കൽ, EP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് തെക്കുമുറി ദേശീയ വിളക്കിന് തുടക്കം കുറിച്ചുള്ള വിളക്ക് കുറയ്ക്കൽ ചടങ്ങ് നടന്നു. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് തെക്കുമുറി ദേശവിളക്കിന് തുടക്കം കുറിച്ചുള്ള വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി. ചെമ്പുത്ര ശാസ്താംപാട്ട് സംഘമാണ് വിളക്ക് യോഗക്കാർ. ആശാൻ ജയകുമാർ ക്ഷേത്രം കോമരം മാരാത്തു വാസുദേവന് ചാർത്തു കൈമാറി. വൃശ്ചികം 1 തിങ്കളാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക്. ഭാരവാഹികളായ ജയൻ മാരാത്ത്, V മോഹനകൃഷ്ണൻ, ജിഷ്ണു പന്തക്കൽ, വിജീഷ് എന്നിവർ സന്നിഹിതരായി. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ 16 വയസ്സുകാരനെ ആക്രമിച്ച 3 വധശ്രമ കേസിലെ പ്രതി ഉജ്ജ്വൽ ഗുണ്ടയും കൂട്ടാളിയും പിടിയിൽ. മുരിയാട് സ്വദേശിയായ 16 വയസ്സുകാരനെ മുൻവൈരാഗ്യത്തിൽ പൂവശ്ശേരി അമ്പലത്തിനടുത്തുള്ള റോഡിൽ കാറിലെത്തി തടഞ്ഞ് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികളായ നെല്ലായി ആലത്തൂർ ദേശത്ത് പേരാട്ട് വീട്ടിൽ ഉജ്ജ്വൽ, മുരിയാട് ദേശത്ത് കുഴിമടത്തിൽ വീട്ടിൽ അദ്വൈത് എന്നിവരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉജ്ജ്വലിനെ കൊടകര, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസുകളും അടിപിടി കേസും കഞ്ചാവ് ഉപയോഗിച്ച കേസുമടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 2024 കാപ്പ പ്രകാരം 6 മാസത്തേക്ക് നാടുകടത്തൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളുമാണ്. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. തിരികെ വാർത്തകളിലേക്ക്. പുതുക്കാട് ചെറുവാൾ പാഴായി റോഡിൽ സ്കൂൾ ബസ് പോസ്റ്റിലിടിച്ച് അപകടം. പുതുക്കാട് ചെറുവാൾ പാഴായി റോഡിൽ സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. നന്ദിക്കര സർക്കാർ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞത് ഹൈക്കോടതി വീണ്ടും നീട്ടി. മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നതിനെ തുടർന്ന് റോഡ് ഗതാഗതം താറുമാറായ കാര്യം ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നന്നാക്കിയ സർവീസ് റോഡാണ് ഇന്നലെ തകർന്നത്. സർവീസ് റോഡ് ഇടിഞ്ഞതിൽ എന്താണ് അടിയന്തര പരിഹാരമെന്ന് കോടതി ചോദിച്ചു. ഇടിഞ്ഞ ഭാഗത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ച കോടതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച ശേഷം ടോൾ പിരിവിൽ ഉത്തരവ് പറയാമെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ടോൾ പിരിവ് തടയുന്നത് ശരിയല്ലെന്ന് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും കോടതിയിൽ വാദിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 92ാമത് സമാധി ദിനാചരണം നടന്നു.
ശ്രീനാരായണ ഗുരുദേവന്റെ 98ാമത് സമാധി ദിനാചരണം വടക്കാഞ്ചേരി ഗുരുദേവ സന്നിധിയിൽ വനജ ശങ്കരന്റെ പ്രാർത്ഥന ഉദ്ഘാടനത്തോടെ ആരംഭിച്ചു. ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ.എ. ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ മുഖ്യ അതിഥിയായി അരുണാചൽ പ്രദേശ് ഗവൺമെന്റ് അണ്ടർ ക്യാബിനറ്റ് സെക്രട്ടറി കെ.ആർ. രമേഷ് കുമാർ പങ്കെടുത്ത് പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് സി.ജി. ശശീന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ നന്ദിയും പറഞ്ഞു. ഉച്ചതിരിഞ്ഞ് 3:30 ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാധി ദിന കഞ്ഞി വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം ശാഖാ പ്രസിഡന്റ് ഡോക്ടർ ശ്രീനിവാസൻ അഡ്വക്കേറ്റ് ടി.എസ്. മായാദാസിന് വിതരണം നൽകി ഉദ്ഘാടനം ചെയ്തു. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എൻ.കെ. പ്രമോദ് കുമാർ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി.എൻ. ഗോകുലൻ, ആക്സ് പ്രസിഡന്റ് വി.വി. ഫ്രാൻസിസ്, മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി.എ. മായാദാസ് എന്നിവർ ആശംസയർപ്പിച്ച് പ്രസംഗിച്ചു. മാറ്റൊലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് വടക്കാഞ്ചേരിയും ഉജ്ജ്വല സ്വീകരണം നൽകി. KPSTAയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച മാറ്റൊലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര തൃശൂർ ജില്ലയിലെത്തി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. വടക്കാഞ്ചേരിയിലും ഉജ്ജ്വല സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റനും KPSTA സംസ്ഥാന പ്രസിഡന്റുമായ കെ. അബ്ദുൾ മജീദ്, ജാഥ മാനേജരും KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി.കെ. അരവിന്ദൻ, ജാഥ കോർഡിനേറ്ററും സംസ്ഥാന ട്രഷററുമായ വട്ടപ്പാറ അനിൽകുമാർ എന്നിവർക്ക് ഹാരാർപ്പണം നടത്തി. KPSTA ജില്ലാ പ്രസിഡന്റ് പി.സി. ശ്രീ പത്മനാഭൻ, ഉപജില്ലാ പ്രസിഡന്റ് കെ.പി. സജയൻ, കെ.ജെ. ജോബി, കെ.എസ്. സുഹൈർ, ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, പി.ജെ. രാജു, ബിജു ഇസ്മായിൽ, A.S. ഹംസ, ചന്ദ്രശേഖരൻ, കുട്ടൻ മച്ചാട്, അഹ്സാൻ ഷേഖ്, ശശിമംഗലം, ജോജോ കുര്യൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയുമായ ശ്രീമതി ഷാഹിദ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ KSUവിൻ്റെയും KPSTAയുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഭാരവാഹികളുടെയൊക്കെ നേതൃത്വത്തിൽ നൽകിയ ഈ സ്വീകരണത്തിന് KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. നന്ദി. യുവാക്കളെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും തടയാൻ ശ്രമിച്ച ഇവരുടെ അമ്മയെ ആക്രമിച്ച് മാനഹാനി വരുത്തുകയും കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പ്രതികൾ പിടിയിൽ. പ്രതികൾക്ക് മോട്ടോർ സൈക്കിൾ വിൽപ്പന നടത്താമെന്ന് പറഞ്ഞതിൽ നിന്ന് പിന്മാറിയതിലുള്ള വൈരാഗ്യത്താൽ പരാതിക്കാരന്റെ പാലക്കിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പരാതിക്കാരന്റെ ജ്യേഷ്ഠനെയും സുഹൃത്തുക്കളെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന 3 മൊബൈൽ ഫോണുകൾ കവർച്ച ചെയ്യുകയും പരാതിക്കാരനെ ഇരുമ്പ് കമ്പി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും തടയാൻ ചെന്ന പരാതിക്കാരന്റെ അമ്മയെ കയ്യിൽ കയറി പിടിച്ചും തള്ളിയിട്ടും മാനഹാനി വരുത്തുകയും ചെയ്ത സംഭവത്തിന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. ഈ കേസിലെ പ്രതികളായ കരുവന്നൂർ സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷമീർ, ഊരകം പനംകുളങ്ങര സ്വദേശി വെളിയത്ത് വീട്ടിൽ മണി എന്നറിയപ്പെടുന്ന രാജീവൻ, ആറാട്ടുപുഴ സ്വദേശി തേലപ്പള്ളി വീട്ടിൽ ദേവദത്തൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഷമീർ ഇരിങ്ങാലക്കുട, ചേർപ്പ്, വലപ്പാട്, മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് അറസ്റ്റിലായ 5 കേസുകളിലും 3 അടിപിടി കേസിലും അടക്കം ആകെ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. രാജീവൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് അറസ്റ്റിലായ 1 കേസിലും പൊതുസ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അറസ്റ്റ് ചെയ്ത കേസിലും പ്രതിയാണ്. ദേവദത്തൻ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർ സജീപാൽ, GSPO അനീഷ്, CPOമാരായ മുഹമ്മദ് റിൻസൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. മാറ്റൊലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് വടക്കാഞ്ചേരിയും ഉജ്ജ്വല സ്വീകരണം നൽകി. വടക്കാഞ്ചേരി ദേശവിളക്ക് കമ്മിറ്റി പൊതുയോഗം ഉത്രാളിപ്പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആത്മീയ ഇടയനെ വിട നൽകി സാംസ്കാരിക നഗരം. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.